ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലീനിയർ കൺവല്യൂഷൻ ഇൻ TMS320 C6748 DSP കിറ്റിനകത്ത് കണ്ടിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ സർക്കുലർ കൺവല്യൂഷനാണ് കാണാൻ പോകുന്നത്. അതിൽ നമ്മളൊരു പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മളത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നെന്നും ആ ബിൽഡ് ചെയ്ത് കിട്ടിയ ഫയൽ എങ്ങനെ കിറ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് റൺ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം നമുക്ക് നമ്മുടെ CC സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ആയാലും ഇതുപോലൊരു വിൻഡോ ആണ് നമുക്ക് വരിക. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം താഴെ നോ ടാർഗറ്റ് കണക്റ്റഡ് എന്നാണ്. കിറ്റ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. സോ ആദ്യം നമുക്ക് ഇവിടെ പ്രൊജക്റ്റിനകത്ത് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേര് കൊടുക്കാം. തൽക്കാലം ഞാനിവിടെ ടെസ്റ്റ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് കൊടുക്കുന്നത്. അതുപോലെ ഡെസ്ക്ടോപ്പിനകത്ത് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ പേര് തൽക്കാലം ഒരു ടെസ്റ്റ് സർക്കുലർ കൺവല്യൂഷൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഫോൾഡർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി ടാർഗറ്റ് നമ്മുടെ 67XX ആണ്. സോ അത് കൊടുക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ പ്രൊജക്റ്റ് ഇതിനകത്ത് കുറച്ച് ഡിഫോൾട്ട് ഫോൾഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പ്രോഗ്രാം എഴുതണം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ന്യൂ സോഴ്സ് ഫയൽ കൊടുക്കാം. ഇതിനകത്താണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. ഞാനിവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. സോ അത് ഞാനിവിടുന്ന് കോപ്പി ചെയ്യാണ്. Ctrl+A വെച്ചിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തു. ദെൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇൻപുട്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് ഡയറക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ മെമ്മറിയിലല്ല കൊടുക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ട് അഡ്രസ് ലൊക്കേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്കൊന്ന് ആദ്യം സേവ് ചെയ്യാനുണ്ട്. സോ ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൾഡർ എവിടെയാണോ, ഡെസ്ക്ടോപ്പിനകത്താണ് നമ്മുടെ ഫോൾഡർ ഉള്ളത്. സോ ഡെസ്ക്ടോപ്പിനകത്ത് ടെസ്റ്റ് സർക്കുലർ കൺവേർഷനകത്ത് സേവ് ചെയ്യുക. സോ സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, .c ഫയലിൽ വേണം, എക്സ്റ്റൻഷനിൽ വേണം സേവ് ചെയ്യാൻ. സോ ഇവിടെ ഞാൻ സർക്കുലർ കൺവേർഷൻ ടെസ്റ്റ് .c എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. ഇനി ഈ സേവ് ചെയ്ത ഫയൽ നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെസ്റ്റിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു ഫയൽ കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത ഈ .c ഫയൽ ഇതിനകത്തേക്ക് കൊടുക്കുക. ഇവിടെ നോക്കിയാൽ സോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമുക്കത് വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. സോ കമ്പൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോമൺ ഫയൽസിനകത്ത് നമ്മൾ കണ്ട ഫയൽസുകളുണ്ട്. ഇതിൽ ഈ ലിങ്കർ ഫയലാണ് മെയിൻ. ബാക്കി രണ്ട് ഫയൽസുകൾ നമ്മൾ ആവശ്യമുള്ളപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. സോ ആദ്യം നമുക്ക് ഈ ലിങ്കർ CMD ഫയൽ ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിനകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഫയൽ നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫയൽസ് ടു പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഫോൾഡറിൽ വന്നതിന് ശേഷം ഓൾ ഫയൽസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ലിങ്കർ .cmd ഫയൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ താഴെ നോക്കിയാൽ ആ ഫയൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഇത് കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ പ്രൊജക്റ്റിനകത്ത് കമ്പൈൽ ഉണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ എററൊന്നുമില്ല. ഇനി നമുക്ക് പ്രൊജക്റ്റിൽ ബിൽഡ് കൊടുക്കാം. സോ നമ്മുടെ പ്രോഗ്രാം ബിൽഡായിട്ട് നമുക്കൊരു ഔട്ട് ഫയൽ വന്നിട്ടുണ്ടാവും. നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഡീബഗ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടായിട്ടുണ്ടാവും. അതിനകത്ത് നമ്മുടെ സെയിം പ്രൊജക്റ്റ് നെയിമിലൊരു ഔട്ട് ഫയൽ വന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ കിറ്റിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ കിറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഇത് ഡിസ്കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. സോ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിറ്റിൻ്റെ USB അതുപോലെ തന്നെ പവർ അഡാപ്റ്ററും കണക്റ്റഡ് ആയിരിക്കുക.
അതേപോലെ അതിൻ്റെ സ്വിച്ച് ഓണാക്കി LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മളിവിടെ വിൻഡോയിൽ ഡീബഗിനകത്ത് കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ താഴെ നോക്കിയാൽ ദ ടാർഗറ്റ് ഈസ് നൗ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നമുക്കിതുപോലെ ഒരു വിൻഡോ ഒക്കെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കിറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം ഫയലിൽ പോയിട്ട് ലോഡ് പ്രോഗ്രാം കൊടുക്കാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഔട്ട് ഫയൽ, നമ്മുടെ ഡീബഗ് ഫോൾഡറിനകത്തുള്ള ഈ ഔട്ട് ഫയൽ നമ്മുടെ കിറ്റിനകത്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കിത് റൺ ചെയ്യണം. സോ റൺ ചെയ്താലേ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇൻപുട്ടൊക്കെ നമ്മളിവിടെ ഓൾറെഡി പ്രോഗ്രാമിൽ തന്നെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ടിൻ്റെ അഡ്രസ്സ് ഇതാണ്. അത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് വ്യൂവിൽ മെമ്മറിയിൽ വരിക. എന്നിട്ട് ഇവിടെ നമ്മൾ അൺസൈൻഡ് ഇൻറ്റിജർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. സോ ഇപ്പോൾ നമ്മളത് ഔട്ട്പുട്ട് കാണാത്തത് നമ്മൾ റൺ ചെയ്തിട്ടില്ല. സോ ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ഡീബഗിനകത്ത് പോയിട്ടത് റൺ ചെയ്യാം. സോ റൺ ചെയ്യുമ്പം നമുക്കിവിടെ ഈ ഔട്ട്പുട്ട് കാണും. സോ ഈ ഔട്ട്പുട്ടാണ് സർക്കുലർ കൺവല്യൂഷൻ ഔട്ട്പുട്ട്. നമുക്കിവിടെ മാറ്റ്ലാബിനകത്ത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ മാറ്റ്ലാബിനകത്തുള്ളൊരു കോഡാണ് C-conv എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഞാനിവിടെ ആ സെയിം സീക്വൻസ് കൊടുക്കുകയാണ്. അതുപോലെ സെക്കൻഡ് സീക്വൻസ് 1122 കൊടുക്കുകയാണ്. ദെൻ അതിൻ്റെ N4 ആണ്, അതും കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. C-conv എന്ന് എഴുതാൻ വിട്ടുപോയി. സോ അതിൻ്റെ കമാൻഡ് C-conv എന്നാണ്. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറാണ് കിട്ടുന്നത്. ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്കിവിടെ സർക്കുലർ കൺവല്യൂഷനിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് സർക്കുലർ കൺവല്യൂഷൻ DSP കിറ്റിൽ ചെയ്യുന്നത്.